ആദാബ്. ആവാസ് ഉറുദു ഫൗണ്ടേഷൻ്റെ ഓൺലൈൻ പരിശീലന പരിപാടിയുടെ 3ാമത് ക്ലാസ്സിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബോർഡിനെ കുറിച്ചാണ്. ബോർഡ് അഥവാ ഗൂഗിൾ കീബോർഡ്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നതും വളരെ ലളിതവും സൗകര്യപ്രദവുമായ ഒരു കീബോർഡാണ് ബോർഡ്. എങ്ങനെയാണ് ബോർഡ് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോർ തുറന്ന് അതിൻ്റെ സെർച്ച് ബോക്സിൽ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ബോർഡിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് ദൃശ്യമാകുന്നുണ്ടാവും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുക. സാധാരണഗതിയിൽ പുതിയ മൊബൈൽ ഫോണുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ചില സമയങ്ങളിൽ അപ്ഡേറ്റ് എന്നായിരിക്കും കാണുക. അപ്പോൾ അപ്ഡേറ്റിൽ പ്രസ് ചെയ്യുക. ഏറ്റവും പുതിയ വെർഷൻ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ആയിക്കൊള്ളും. ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ കൊടുത്ത് നമുക്ക് ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. എൻ്റെ ഫോണിൽ ഇപ്പോൾ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. നമ്മുടെ മൊബൈൽ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനുകളിലും അഥവാ ടൈപ്പിംഗ് ആവശ്യമായ എല്ലാ ഇടങ്ങളിലും നമുക്ക് ബോർഡിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനായി നമുക്ക് ഒരു സാമ്പിൾ നോക്കാം. ഉദാഹരണത്തിന് വാട്സപ്പിൽ നമുക്കൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇവിടെ വാട്സപ്പിൽ ആവശ്യമായ കോൺടാക്ട് സെലക്ട് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആവാസ് ഉറുദു ഫൗണ്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഞാനിവിടെ ആവാസ് ഉറുദു ഫൗണ്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് സെലക്ട് ചെയ്യണം. അതിൽ അമർത്തി പിടിച്ചുകൊണ്ട് അത് മുഴുവനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ആൾ കൊടുത്ത് സെലക്ട് ചെയ്തു. ഇനി നമ്മുടെ കീബോർഡിൽ ഇടതുവശത്ത് താഴെ കാണുന്ന ആരോ ബട്ടൺ, മുകളിലേക്കുള്ള ആരോ ബട്ടൺ അഥവാ ഷിഫ്റ്റ് കീ, അതിലൊന്ന് അമർത്തി നോക്കാം. ഇപ്പോഴത് മുഴുവനായിട്ട് സ്മോൾ ലെറ്ററിലേക്ക് മാറി. വീണ്ടും പ്രസ് ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറി. ഒരു പ്രാവശ്യം കൂടി പ്രസ് ചെയ്തു. മുഴുവനായിട്ടും അത് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറി. ഈ സൗകര്യം നമുക്ക് ഇംഗ്ലീഷ് കീബോർഡിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി കീകളുടെ മുകളിലായി ചില ഐക്കണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ആദ്യത്തെ 1-2 ഐക്കണുകൾ ജിഫ്, അതുപോലെ ഇമോജി ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നവരാണ്. അത് ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഏതാണോ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യാവുന്നതാണ്. തിരിച്ചു പോരുന്നതിനായിട്ട് ABC എന്നുള്ള ഈ താഴെ കാണുന്ന ബട്ടൺ അമർത്തിയാൽ വീണ്ടും നമ്മൾ ടെക്സ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോരുന്നു. അതുപോലെ തന്നെ ജിഫുകൾ നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് ജിഫുകൾ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് ആവശ്യമുള്ള നമ്മുടെ കോൺടാക്റ്റിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 3ാമത്തെ ഓപ്ഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു സെറ്റിങ്സ്. ആ സെറ്റിങ്സ് ബട്ടണിലൊന്ന് അമർത്തി നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഭാഷ മാത്രമാണ് അതിൽ കണ്ടത്. ഇനി നമുക്ക് മലയാളം, ഉറുദു, ഹിന്ദി തുടങ്ങിയ ഭാഷകളൊക്കെ ആവശ്യമായി വന്നേക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുതിയ ഭാഷ നമുക്ക് നമ്മുടെ ബോർഡിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പരിശോധിക്കാം. അതിനായി സെറ്റിങ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ലാംഗ്വേജസ് എന്നുള്ളതിൽ അമർത്തുക. അപ്പോൾ ഇങ്ങനെ ദൃശ്യമാവും. ഇതിൽ ഇംഗ്ലീഷ് മാത്രമാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. താഴെ ആഡ് കീബോർഡ് എന്നുള്ള ബട്ടൺ കാണുന്നുണ്ടായിരിക്കും. അതിൽ പ്രസ് ചെയ്യുക. തുടർന്ന് നമുക്ക് ഭാഷകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കാണാം. ഇവിടെ 2ാമതായിട്ട് ഹിന്ദി കാണുന്നുണ്ട്. നമുക്ക് ഹിന്ദി ആവശ്യമെങ്കിൽ നമ്മൾ ഹിന്ദി പ്രസ് ചെയ്യുന്നു. ഹിന്ദിയിൽ 3 ഓപ്ഷനുകൾ കാണാം. ആദ്യത്തേത് ഇംഗ്ലീഷ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഹിന്ദി ചെയ്യാനാണ്, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. 2ാമത് നേരിട്ട് ഹിന്ദി കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാം. 3ാമത്തത് ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ച് ചെയ്യാം. എനിക്കിവിടെ ഹാൻഡ് റൈറ്റിംഗ് മാത്രമാണ് വേണ്ടതെങ്കിൽ ഞാൻ അതിൽ മാത്രം പ്രസ് ചെയ്യുന്നു. ആവശ്യമില്ലാത്തത് ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുന്നു. ഇപ്പോൾ ഹിന്ദി ഞാൻ ആഡ് ചെയ്തിരിക്കുന്നു. ഹിന്ദി ഹാൻഡ് റൈറ്റിംഗ് ഡൺ എന്ന ബട്ടൺ അമർത്തുക. ഇനി എനിക്ക് ഉറുദു കീബോർഡ് ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആഡ് കീബോർഡിൽ അമർത്തുന്നു. താഴെ കാണുന്ന ഉറുദു ഇന്ത്യ എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇതിലെനിക്ക് ഉറുദു കീബോർഡും ആവശ്യമുണ്ട്,
ഉറുദു ഹാൻഡ് റൈറ്റിംഗും ആവശ്യമുണ്ടെങ്കിൽ ഞാനത് രണ്ടും പ്രസ് ചെയ്യുന്നു. ആവശ്യക്കാർക്ക് മൂന്നും പ്രസ് ചെയ്യാം. എനിക്ക് ഇംഗ്ലീഷ് ടു ഉറുദു ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഡൺ കൊടുക്കുന്നു. ഇനി നമുക്ക് മലയാളം കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് കീബോർഡിൽ പ്രസ് ചെയ്യുക. താഴെ മലയാളം ഇന്ത്യ എന്ന് കാണാം, മലയാളം പ്രസ് ചെയ്യുക. നമുക്ക് മലയാളം ഹാൻഡ് റൈറ്റിംഗ് ആണോ കീബോർഡാണോ ഇംഗ്ലീഷ് ടു മലയാളമാണോ ഏതാണോ വേണ്ടെങ്കിൽ അത് പ്രസ് ചെയ്യുക. എനിക്കിവിടെ മലയാളം ഹാൻഡ് റൈറ്റിംഗ് മാത്രമേ ആവശ്യമുള്ളെങ്കിൽ ഞാനത് പ്രസ് ചെയ്യുന്നു. അല്ല കീബോർഡ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് പ്രസ് ചെയ്യാം. ആവശ്യമില്ലാത്ത പ്രസ് ചെയ്ത് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഷകൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഡൺ എന്നുള്ളത് അമർത്തി അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമ്മൾ മെസ്സേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ കീബോർഡിൻ്റെ താഴെ ആ ഇംഗ്ലീഷ് എന്ന് എഴുതിയിരിക്കുന്ന സ്പേസ് ബാറിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു ഗ്ലോബ് ചിഹ്നം കാണാം. ഇപ്പോൾ ഇതിൽ ഇംഗ്ലീഷാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ഇംഗ്ലീഷ് കീബോർഡാണ് ദൃശ്യമാവുന്നത്. നമുക്ക് ഭാഷ മാറ്റണമെങ്കിൽ ആ ഗ്ലോബിൻ്റെ ചിഹ്നത്തിൽ ഒന്നമർത്താം. ഇപ്പോൾ ഹിന്ദി വന്നിരിക്കുന്നത്, ഹിന്ദി ഹാൻഡ് റൈറ്റിംഗ് അവിടെ കാണാം. യഹാ ഹാത്ത് സെ ലിഖിയെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. നമുക്ക് എഴുതി നോക്കാം. നമുക്ക് ആവാസ് ഉറുദു ഫൗണ്ടേഷൻ ആവാസ് ഉറുദു ഫൗണ്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഹിന്ദി ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ ഉപയോഗിക്കാൻ ശീലിച്ചു. ഇനി നമ്മൾ ഒന്നുകൂടെ ആ ഗ്ലോബിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് നോക്കാം. ഹിന്ദി വന്നു. വീണ്ടും ഉറുദുവിലേക്ക്. ഉറുദു ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ച് എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ആവാസ് ഉറുദു ഫൗണ്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ച് ആവാസ് ഉറുദു ഫൗണ്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഉറുദു കീബോർഡ് ഉപയോഗിച്ച് എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. ആവാസ് ഉറുദു ഫൗണ്ടേഷൻ. ഇവിടെ കീബോർഡ് ഉപയോഗിച്ചും ആവാസ് ഉറുദു ഫൗണ്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഈ രൂപത്തിൽ ഒരുപാട് ഭാഷകൾ, ലോകത്തെ നിരവധി ഭാഷകൾ നമുക്ക് ഈ രൂപത്തിൽ കീബോർഡിൻ്റെ സഹായത്താൽ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ ഇംഗ്ലീഷ് കീബോർഡാണ്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് കാണാവുന്നതാണ്. സാധാരണഗതിയിൽ നമ്പർ ഇതുപോലെ കാണുന്നില്ലെങ്കിൽ സെറ്റിങ്സിൽ അമർത്തി പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ നമ്പർ റോ, ഇപ്പോൾ ഇത് ഒന്നാമത്തത് നമ്പർ റോ എന്നുള്ളത് ഓൺ ആണ്, അതുകൊണ്ടാണ് നമ്പർ അവിടെ കാണുന്നത്. ഇത് ഓഫ് ആണെങ്കിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലെ സെറ്റിങ്സിൻ്റെ തൊട്ടപ്പുറത്ത് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് ഒരു പെർമിഷൻ ചോദിക്കും. എന്നിട്ട് നമുക്ക് ഇതിന്ന് ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ഉറുദുവിലേക്ക്, അല്ലെങ്കിൽ ഉറുദുവിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഉറുദുവിലേക്ക്, ഇങ്ങനെയൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഈ ഐക്കണ്, ഈ ഗൂഗിളിൻ്റെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. എനിക്ക് ഉറുദു ആണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ ദിസ് ഈസ് മൈ പെൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇവിടെ യേ മേരാ കലം ഹേ എന്ന് ദൃശ്യമാവുന്നു. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തിരിച്ചും ചെയ്യാം. ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് ഉറുദുവിലേക്കാണ് ചെയ്തത്. ഉറുദുവിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വേണമെങ്കിലും ചെയ്യാം.
ഇവിടെ ഞാൻ ये मेरा ये मेरा കിതാബ് ഹേ എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ നേരെ അതിൻ്റെ ട്രാൻസ്ലേഷൻ ദിസ് ഈസ് മൈ ബുക്ക് എന്ന് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതും വളരെ ഉപകാരപ്രദമായ ഒരു സൗകര്യമാണ്. നേരിട്ട് യാതൊരു പ്രയാസവുമില്ലാതെ നമുക്ക് ഭാഷ അറിയാത്ത ആളുകൾക്ക് പോലും മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയുമെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഉറുദു അറിയുമെങ്കിൽ ഉറുദു അറിയാത്ത ഒരാളോട് സംസാരിക്കാം. ഇങ്ങനെയൊക്കെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നമ്മൾ മറ്റു ഓപ്ഷനുകളുടെ ഒന്ന് പരിചയപ്പെടാം. ഈ സെറ്റിങ്സിൻ്റെ ഇവിടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഐക്കണുകൾ. ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യ ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഉറുദു ആയതുകൊണ്ടാണ് ഐക്കണുകളുടെ വശം മാറിയത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഉറുദു ആകുമ്പോൾ ആ റൈറ്റ് ടു ലെഫ്റ്റ് അതിനനുസരിച്ച് ടൂളുകൾ മാറുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഈ ട്രാൻസ്ലേഷൻ ടൂളിൻ്റെ തൊട്ടപ്പുറത്ത് 3 പോയിന്റുകൾ കാണാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഐക്കണുകൾ നമുക്ക് വിസിബിൾ ആവും. ഇതിൽ ഷെയർ ജീബോർഡ്, ക്ലിപ്പ് ബോർഡ്, ടെക്സ്റ്റ് എഡിറ്റിംഗ്, വൺ ഹാൻഡ് ഫ്ലോട്ടിംഗ് തീം, സെർച്ച് മുതലായ ഓപ്ഷൻ കാണാം. ഷെയർ ചെയ്യാനുള്ളതും ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വാക്കുകൾ സേവ് ചെയ്ത് വെക്കാനുള്ളതാണ്. അത് വീണ്ടും ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും. ടെക്സ്റ്റ് എഡിറ്റിംഗിനുള്ള ഓപ്ഷൻ ഉണ്ട്. വൺ ഹാൻഡ്, സാധാരണ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് ചെറുതാവും. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ മുഴുവൻ അക്ഷരങ്ങളും ടൈപ്പ് ചെയ്യാവുന്ന രൂപത്തിൽ. അത് ആവശ്യമില്ലെങ്കിൽ ഈ എക്സ്പാൻഡ് ബട്ടൺ ഇടതുവശത്ത് കാണുന്ന എക്സ്പാൻഡിൽ ഒന്നും കൂടെ അമർത്തി കഴിഞ്ഞാൽ സാധാരണ പോലെയാവും. അപ്പോൾ വൺ ഹാൻഡ് വേണമെങ്കിൽ നമുക്കത് ഓൺ ചെയ്യാം. ഫ്ലോട്ടിംഗ്, തീം, സെർച്ച്, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കീബോർഡിനെ ആവശ്യമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കാനുള്ളതാണ്. ഫ്ലോട്ടിങ്ങിൽ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇപ്പോൾ അത് മുകളിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. നമുക്ക് എവിടെയാണോ വേണ്ടത്, ഈ താഴെ ഭാഗത്ത് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് സൗകര്യപ്രദമെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഇനി ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അതിൽ തന്നെ ഫ്ലോട്ടിങ്ങിൻ്റെ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഫ്ലോട്ടിങ് കൂടാതെ തീം, നമുക്ക് കീബോർഡിൻ്റെ തീം മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിലവിൽ ഡിഫോൾട്ടായിട്ടുള്ളതാണ്. ഞാൻ തീം ഒന്ന് മാറ്റി നോക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, തീം മാറി. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് കീബോർഡ് മാറി വരും, തീം മാറി വരും. ഇതുപോലെ നമുക്ക് ഏതാണോ ആവശ്യമായ തീമെങ്കിൽ അത് സെലക്ട് ചെയ്ത് മാറ്റം വരുത്താവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഓപ്ഷനുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട സെർച്ച് ഓപ്ഷൻ സാധാരണ നേരിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിലൊന്നും പോകാതെ തന്നെ നേരിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ന്യൂസ്, വെതർ, താങ്ക് യു, ജിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനുണ്ട്. ഇതുപോലെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ടത് ഗൂഗിൾ അതിൻ്റെ റിസൾട്ട് കാണിക്കും. ഉറുദു വേർഡ്സ്, ഉറുദു ഷായരി എന്ന് കൊടുത്ത നേരെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഉറുദു പോയട്രി കണ്ടില്ലേ, ഉറുദു പോയട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരുന്നു. ഈ രൂപത്തിൽ ഇപ്പോൾ ഇത് നമുക്ക് സെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഇത്തരത്തിലുള്ള ഇത് നമുക്ക് ഉദാഹരണത്തിന് ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വ്യൂ മോർ ഉണ്ട്. ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഫയൽ തന്നെ ഷെയർ ചെയ്യാം വേണമെങ്കിൽ. ഇത്തരം ഓപ്ഷനുകളും ഇതിൽ ഉണ്ട്. ഇനി ഇതിൽ പറയാൻ അവശേഷിക്കുന്നത് വോയിസ് ടു ടെക്സ്റ്റ് ടൈപ്പിങ്ങിനെ കുറിച്ചാണ്. ആ ഒരു സവിശേഷത വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് അടുത്ത ഒരു ക്ലാസ്സിൽ പ്രത്യേകം പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ജീബോർഡിനെ കുറിച്ച് പരിചയപ്പെട്ടു. ലോകത്തിൽ വളരെ പ്രശസ്തമായതും ഉപയോഗിക്കാൻ ലളിതവും എന്നാൽ ഒരുപാട് സൗകര്യങ്ങളുള്ളതുമായ ഒരു കീബോർഡാണ് ജീബോർഡ്. ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു ഭാഷകൾക്ക് വേണ്ടി പ്രത്യേകം കീബോർഡുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ലോകത്തെ ഒട്ടുമിക്ക ഭാഷകളുടെയും ഉപയോഗത്തിനുള്ള സൗകര്യം ഇതിൽ ലഭ്യമാണ്. അപ്പോൾ ഇതോടുകൂടെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്, നിർദ്ദേശങ്ങളും പറയാവുന്നതാണ്. താങ്ക് യു.